അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നല്ല ചപ്പാത്തിയും സാമ്പാറും ഉണ്ട്, കടലക്കറിയും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലേറ്റ് കണ്ടോ, ഇതെൻ്റെ കുട്ടൻ്റെ പ്ലേറ്റാണ് കേട്ടോ, ആലുട്ടൻ്റെ പ്ലേറ്റാണ്. അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ തന്നെ ഞാനും ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ് നോക്ക്, നമ്മളൊക്കെ ഇപ്പം നമുക്കിത് ഹോട്ടലിലൊക്കെ കിട്ടുമല്ലേ, നമ്മൾ എന്താ പറയുക, ഈ മസാല ദോശ നെയ്റോസ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടില്ലേ വലിയൊരു സ്റ്റീലിൻ്റെ പാത്രം, അതിൽ വലിയൊരു പായ പോലത്തെ നെയ്റോസ്റ്റ്, പിന്നെ ചമ്മന്തി, ചട്ടിനി, സാമ്പാർ അങ്ങനെ കിട്ടൂലേ. നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് ഇതുപോലത്തെ പ്ലേറ്റ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. കാരണം കറി ഒഴിച്ചെടുക്കണ്ട, ഓരോരോ കറി ഉപ്പേരിയൊക്കെ ആയിട്ട് അതൊരു വെറൈറ്റി. നമ്മൾ ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ കൊണ്ട് വയ്ക്കുന്നതിനെക്കാട്ടി നല്ല ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ സുഖമല്ലേ. പക്ഷേ ഇത് കുഞ്ഞു മക്കൾ കഴിക്കുമ്പോൾ അതൊരു രസം, നമ്മളൊക്കെ വലിയ ആൾക്കാർ കഴിക്കുമ്പോൾ അത് എത്ര രസം തോന്നില്ല അല്ലേ. പക്ഷേ എന്നാലും ഇതിൽ കഴിക്കാൻ കൊതിയുള്ളവർ എത്ര പേരുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇത്, കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ കൊടുക്കുന്നതും, കാരണം ചിന്തിപ്പോവില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒഴിച്ച് കറിയാവും ഇഷ്ടം. ഇങ്ങനെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ ചപ്പാത്തി ആയാലും ഇതിങ്ങനെ മുറിച്ചിട്ടിട്ട്, അല്ലെങ്കിൽ പൊറോട്ട ആയാലും, അല്ലെങ്കിൽ വേറെ വല്ല ദോശയൊക്കെ ആയാലും മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കറി ഇങ്ങനെ കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവും. ചിലർക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തൊട്ടുകറി എന്നൊക്കെ പറയില്ലേ, ഈ തിരുവിതാംകൂർ ഭാഗത്തുള്ളവർക്കൊക്കെ തൊട്ടുകറി ഭയങ്കര ഇഷ്ടമാണ്, മുറിച്ചിട്ട് ഇങ്ങനെ ഒപ്പി കഴിക്കുന്നവർക്ക് അല്ലേ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ നിങ്ങൾ.